ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് വളരെ രുചികരമായതും നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയതുമായ ഒരു ചിക്കൻ സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. കൊള്ളാം, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് കഴിക്കുക, ചിക്കൻ പീസസ് ഒക്കെ എടുത്തിട്ട് കഴിക്കുക. ഗ്രേവിയാണ് കൂടുതലിഷ്ടം, എന്നിട്ട് കഴിച്ചോളൂ. നല്ല ടേസ്റ്റ് അല്ലേ? അപ്പമായിരുന്നു നല്ലത്. ഇപ്പോൾ ബ്രെഡ് കഴിക്കുക, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനോ? അപ്പമാണ് ഇതിലും ടേസ്റ്റ്, അത് ശരിയാണ്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 4 സവാള എടുത്തിട്ടുണ്ട്, ഇടത്തരം സവാള. പിന്നെ 2 പൊട്ടാറ്റോ ചീവി വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഒരു 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി, ചെറുള്ളി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കരിവേപ്പില. പിന്നെ വേണ്ടത് മസാലയാണ്. അത് ഒരു 5 കറിയാമ്പു, പിന്നെ ഒരു 5 ഏലക്കായ, പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, 2 കഷ്ണം പട്ട, പിന്നെ ഒരു 10 കാഷ്യൂസ് ഞാനിത് വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഞാൻ ആ മസാല ഇതുപോലുള്ള കല്ലിലിട്ട് ചതച്ചാണ് എടുത്തത് കേട്ടോ. നിങ്ങളുടെ വീടുകളിലും കാണുമല്ലോ ഇതുപോലത്തെ കല്ല്. നമ്മൾ ആ സമയത്ത് ചതച്ചെടുക്കുന്ന മസാലയും നമ്മൾ സ്റ്റോക്ക് ചെയ്ത മസാലപ്പൊടികളും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ആ സമയത്ത് പൊടിച്ചെടുത്തിട്ട് ഇടുകയാണെങ്കിൽ ആ കറിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, നല്ല മണം കിട്ടും ആ മസാലയുടെ. ഞാനപ്പോൾ അതുകൊണ്ട് ഫ്രഷായിട്ട് പൊടിച്ചാണ് ഇടുന്നത്. പിന്നെ ഇത് നമുക്ക് ചിക്കനിലിട്ട് വേവിക്കാനുള്ളതാണ്. ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകണം, അതുകൊണ്ട് വേഗം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും മസാല നമ്മൾക്ക് കുക്കറിൽ ആദ്യമേ താഴെ ഇട്ട് വെച്ചിട്ടാണ് അതിൻ്റെ പുറത്തേക്ക് ചിക്കനും പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത്. പിന്നെ കുറച്ച് കാഷ്യൂസും റൈസിൻസും നമുക്ക് നെയ്യിൽ വറുത്തെടുക്കണം. നെയ്യിൽ വറുത്താലാണ് ടേസ്റ്റ് കേട്ടോ. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് മല്ലിയില വേണം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ വേണം. ഞാൻ 500 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വലിയ പീസസായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. തീരെ ചെറിയ പീസസ് ആക്കിയാൽ കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് അത് പെട്ടെന്ന് വെന്തുടഞ്ഞ് പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് ചിക്കൻ പീസസ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ, കരുകരുപ്പായിട്ട് പൊടിച്ച പെപ്പർ പൗഡർ വേണം. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ ഫ്രിഡ്ജിൽ ഇന്ന് വെച്ചതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഞാനത് എടുത്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം. നമുക്കൊരു 2.5 കപ്പ് തേങ്ങാപ്പാലും കൂടി വേണം, നല്ല കട്ടിയായിട്ടുള്ള പാൽ. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്, സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ മസാല, ഓൾ സ്പൈസസ് ഇല്ലേ, അത് ഇട്ട് കൊടുക്കാം. ഗരം മസാല തന്നെ, അത് നമുക്കെല്ലാം വേണ്ട അതിനകത്ത്. നമ്മൾ ഗരം മസാല പൗഡർ ആണെങ്കിൽ അതിനകത്ത് ചെറിയ ജീരകത്തിൻ്റെ പൗഡർ, പിന്നെ തക്കോലം, ഇതിൻ്റെയൊക്കെ പൗഡർ ചേരും. അതൊന്നും നമുക്ക് ഈ ചിക്കൻ സ്റ്റൂവിലേക്ക് ആവശ്യമില്ല. അതുകൊണ്ട് സെലക്റ്റീവായിട്ട് എടുത്തിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മീതയിലേക്ക് ആദ്യമേ വലിയതായിട്ട് അരിഞ്ഞ പൊട്ടാറ്റോ ചേർക്കുക. അതിൻ്റെ പുറകെ നമ്മൾ കുറച്ചുകൂടി വലുതാക്കി തന്നെയാണ് ഞാൻ ക്യാരറ്റ് അരിഞ്ഞിരിക്കുന്നത്, അതും ചേർക്കുക. ഞാൻ ഏകദേശം ചിക്കൻ്റെ വലിപ്പത്തിൽ തന്നെയാണ് ഈ കഷ്ണങ്ങളും അരിഞ്ഞിരിക്കുന്നത്. ഏകദേശം എല്ലാം ഒരേ വേവുള്ളതാണ്, നമുക്ക് ഒരുമിച്ച് വെന്ത് കിട്ടും. പിന്നെ ഏറ്റവും മീതെയാണ് ഞാൻ ഇതിനകത്ത് ചിക്കൻ പീസസ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പീസസായിട്ട് അരിയാം. അതുപോലെ തന്നെ ആ അളവിൽ തന്നെ നമുക്ക് ക്യാരറ്റും പിന്നെ പൊട്ടാറ്റോ ഒക്കെ അരിഞ്ഞിട്ട് ഇടാം. പക്ഷേ നമ്മൾ അത് അങ്ങനെയാണെങ്കിൽ പാനിൽ വേവിക്കണം. അപ്പോൾ നമുക്ക് വേവ് നോക്കിയിട്ടെടുക്കാം. കുക്കറിലായതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് വെന്തും പോവും. ചിലപ്പോൾ ഒരു പായസം പോലെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർക്കുകയാണ് കേട്ടോ.
ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അതായത് ഈ കഷ്ണങ്ങളുടെ താഴെ നിൽക്കണം, മീതെ വരരുത്. താഴെ നിൽക്കത്തക്ക വിധം വെള്ളം ഒഴിക്കുക. മീതയിൽ വരേണ്ട ആവശ്യമില്ല, കാരണം ഇനി ചിക്കനിലൊക്കെ നിന്നൊക്കെ കുറച്ച് വെള്ളം വരും. ഇത് നോക്കൂ, ഇതാണ് കറക്റ്റ് പാകം. ഞാൻ കഷ്ണങ്ങൾക്ക് താഴെ നിൽക്കുന്ന വിധത്തിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ചിക്കനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം വരും. നമ്മളിത് വേവിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും ഇതിലും കുറച്ചുകൂടി കൂടുതൽ വെള്ളം അതിനകത്ത് ഉണ്ടാകും വെന്ത് കഴിയുമ്പോഴേക്കും. നമുക്കിനി കുക്കർ ലോക്ക് ചെയ്തിട്ട് സ്റ്റൗ കത്തിച്ച് നമുക്ക് ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഒരു 3-4 മിനിറ്റ്, 4 മിനിറ്റിൽ കൂടുതൽ വേവിക്കരുത്, ലോ ഫ്ലെയിമിൽ വേവിക്കുക. ഇതിന് ശേഷം അതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം തുറന്ന് നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗീയിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒരു നാടൻ രീതിയിലുള്ള ഒരു ഇത് കിട്ടുമല്ലോ എന്നോർത്താണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറുള്ളി ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, അത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിരുന്നത്. അത് ചതച്ചാണ് എടുത്തിരിക്കണമെങ്കിലും നമ്മൾ വിട്ടു പോകാത്ത രീതിയിൽ, കൂടുതൽ ചതഞ്ഞു പോകാത്ത രീതിയിൽ ചതച്ചെടുക്കണം. ഇനിയും നമുക്ക് ഈ ഉള്ളി ഒന്ന് മൊരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്, ബ്രൗൺ നിറമായിട്ട് വരികയാണ്. ഈ സമയത്ത് നമ്മൾക്ക് പൊടിച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല, നമ്മൾ പട്ടക്കറിയാകുമ്പോൾ ഏലക്ക, പിന്നെ പെരുംജീരകം, ഇത്രയും മസാലയാണ് നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടത്. അത് ഞാൻ പൊടിച്ച് കല്ലിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് മസാലയുടെ ആവശ്യത്തിന് നമ്മൾ ഇതുപോലെ കല്ലിൽ പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല സ്മെല്ലും കറിക്കൊരു പ്രത്യേക ടേസ്റ്റുമായിരിക്കും. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യും കേട്ടോ. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ കരുകരപ്പായി പൊടിച്ച കുരുമുളക് ചേർക്കുക, ബ്ലാക്ക് പെപ്പർ. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പച്ചവേപ്പിലയും കൂടി ചേർക്കണം. പിന്നെ കുരുമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ. കുറച്ചുകൂടി എരിവ് വേണമെന്നുള്ളവർക്ക് കുരുമുളക് കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം. പിന്നെ പച്ചമുളകും കുറച്ചുകൂടി കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നല്ല ഫ്രഷായിട്ടുള്ള പച്ചവേപ്പില ചേർക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വേപ്പിലയൊക്കെ ഒന്ന് പൊട്ടും. ആ സമയമാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും ഇതിൻ്റെ കൂടെ ചേർക്കും കേട്ടോ. എന്നിട്ട് സവാളയും പച്ചമുളകും നന്നായിട്ട് വഴന്നു വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ വഴറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയിലേക്ക് മാറും. സവാളയിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റും. സവാള നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. മൊരിയൊന്നും വേണ്ട കേട്ടോ. ഇത് ഒന്ന് സോഫ്റ്റ് ആവണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റൂ കഴിക്കുമ്പോൾ പച്ചിച്ച് കിടക്കും സവാളയൊക്കെ. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനാണ് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നത്. അപ്പം നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിരുന്നു, അത് നോക്കാം. ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു. അതിന് ശേഷം അതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം തുറക്കുകയാണ് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ട 2.5 കപ്പ് പാലാണിത്. തിക്കായിട്ട് അടിച്ചെടുത്ത ഒറ്റ പാലായിട്ട് അടിച്ചെടുത്തതാണിത്. നമ്മളുടെ സവാളയൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ട്, കണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ സവാള നന്നായിട്ട് വാട്ടിയെടുത്താൽ സ്റ്റൂവിൽ സവാള നല്ല സോഫ്റ്റും യമ്മിയുമായിട്ടും കിടക്കും. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച ചിക്കനും പൊട്ടറ്റോവും ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കാം. കണ്ടോ, അതിനകത്തുനിന്ന് വന്ന വെള്ളം നോക്കിക്കേ. നമ്മൾ ഒഴിച്ചതിലും കൂടുതൽ വെള്ളമുണ്ട്. അതായത് ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇതിലേക്ക് ഇറങ്ങും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഗ്രേവിക്കുള്ള വെള്ളം നമുക്കിതിൽ നിന്ന് തന്നെ ഉണ്ടാവും. ഞാൻ 2 കപ്പ് വെള്ളമാണ് ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം കുക്കർ അടച്ച് വേവിച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ എടുത്തത്. ഇതിനാവശ്യമുള്ള ഗ്രേവിക്കുള്ള വെള്ളമുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. സവാളയും പച്ചമുളകും പിന്നെ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് കുക്കായതിൻ്റെ കൂടെ ഈ ചിക്കനും ക്യാരറ്റും പൊട്ടറ്റോയും
നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. അതായത് സവാള, പിന്നെ പച്ചമുളക്, ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇത് പിടിക്കുന്നത് വരെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം, നമ്മൾ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞ് പോകാത്ത രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ. വലിയ പീസസായിട്ട് അരിഞ്ഞതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കണം. അല്ലെങ്കിൽ ഇത് ഇത്രയും ഇളക്ക് കഴിയുമ്പോഴേക്കും ഇതെല്ലാം കൂടി ഒരു പരുവമാവും. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇത്രയും വലിയ പീസാക്കി മുറിച്ചത്. ഇനി നമുക്കിത് മൂടി വെച്ചൊരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ പീസസിലും ഉരുളക്കിഴങ്ങിൻ്റെ പീസസിലൊക്കെ നമ്മളുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലി ഇല തൂവി കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. പല പ്രാവശ്യം മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും ഈ കഷ്ണങ്ങളൊന്നും ഉടയാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചാണ്. എന്നാലും കുറച്ചൊക്കെ കഷ്ണങ്ങളൊക്കെ ചിക്കൻ ആയതുകൊണ്ട് ഉടഞ്ഞു പോകും. ബീഫാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ തേങ്ങാപ്പാൽ ചേർക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് അനക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തിളക്കുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ അനക്കി കൊടുത്താൽ മതിയാകും. ഇത് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ 10 കാഷ്യൂസ് നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ്. കാഷ്യൂസ് ചേർത്ത് കഴിയുമ്പോൾ ഈ ഗ്രേവിയൊക്കെ നല്ല തിക്കായും. നമ്മൾ തിക്കനിങ് ഏജൻറ്റായിട്ട് നമ്മൾ സാധാരണ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ചേർക്കാറുണ്ട്. അപ്പോൾ കുറച്ച് തിക്കാവും. പക്ഷേ ഇത് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ളതാണെങ്കിൽ ഗ്രേവി നല്ല തിക്കായിരിക്കും. പിന്നെ ഇപ്പോൾ കാഷ്യൂ പേസ്റ്റ് ഇട്ടാൽ നന്നായിട്ട് തിക്കാവും. പക്ഷേ ടേസ്റ്റ് നല്ലതാണ്, വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇപ്പോഴും ഇത് തേങ്ങാപ്പാൽ വേറെ അങ്ങനെ ഒന്നും കിടക്കില്ല. ഈ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഒരേ ഗ്രേവി തന്നെയായിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെളിഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോൾ മീതയിൽ ഇങ്ങനെ തെളിഞ്ഞൊക്കെ നിൽക്കില്ല. അങ്ങനെ ഒന്നും നിൽക്കാറില്ല. കാഷ്യൂ പേസ്റ്റ് വളരെ ടേസ്റ്റാണ് കേട്ടോ ഇതിനകത്ത് ചേർത്താൽ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അവസാനം വളരെ കുറച്ചാണ് കേട്ടോ ഷുഗർ ചേർത്തത്. അതുകൊണ്ട് മധുരമൊന്നും കൂടുതലൊന്നും ഉണ്ടാകുമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ആ കാഷ്യൂസും റൈസിൻസും ഘീയിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിൻ്റെ മീതെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ഡെലീഷ്യസ് ആണ് കേട്ടോ ഈ ചിക്കൻ സ്റ്റൂ. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. കാഷ്യൂ പേസ്റ്റ് അവസാനം ചേർത്ത് നിങ്ങളൊന്നും ഇതുപോലെ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഈ സ്റ്റൂവിൻ്റെ കൂടെ അപ്പം, ഇടിയപ്പം, പിന്നെ ബ്രെഡ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഞാനിതിപ്പോൾ ബ്രെഡിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.